എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ടുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിനും ഫെബ്രുവരി 1 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ തെറ്റുണ്ട്. അപ്പോൾ ആ ഒരു അപേക്ഷയിൽ തെറ്റുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ബിഫാം ലാറ്ററൽ എൻട്രി പോർട്ടൽ എന്നുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾക്ക് ഡിഫക്ട്സ് ഇൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിലാണ് എറർ വന്നിട്ടുള്ളത്, അതായത് ഏതെങ്കിലും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ഭാഗത്ത് പ്രോബ്ലം വന്നിട്ടുള്ളത് എന്നുള്ളവരുടെ ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ 10 തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം എഴുതുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുക. കാരണം അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു ഡിഫക്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഡിഫക്റ്റ് വന്നിട്ടുള്ളത്, തെറ്റുകൾ വന്നിട്ടുള്ളത്, അത് തിരുത്തുന്നതിനായിട്ടുള്ളതാണ് ഈ ഒരു സർക്കുലർ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ 26 തീയതി വന്നിട്ടുള്ള സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് ഈ 1 തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ടും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്ത് തെറ്റുകൾ തിരുത്തുന്നതിനായിട്ടും അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. സൂക്ഷ്മ പരിശോധനയിൽ ന്യൂനതയുള്ള തെറ്റുകളുള്ള അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളും വീണ്ടും കണ്ടെത്തിയതിനാൽ ഈ തെറ്റുകൾ ന്യൂനതയുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച അപേക്ഷകരുടെ പട്ടിക പരിശോധനയ്ക്കായും അതുപോലെ ആ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ടും വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷകളിൽ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകളുള്ള അപേക്ഷകർ അവരുടെ കാൻഡിഡേറ്റ് പോർട്ടൽ സന്ദർശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആ തെറ്റുകൾ പരിഹരിക്കേണ്ടതാണ്. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുള്ള മെമ്മോ ഡീറ്റെയിൽസ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്താൽ ന്യൂനതകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കാണാം. ഈ തെറ്റുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ 10 തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തപാൽ മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ നേരിട്ടോ അല്ലെങ്കിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. സർട്ടിഫിക്കറ്റുകളുടെ തെറ്റുകൾ യഥാസമയം പരിഹരിച്ചില്ലെങ്കിൽ അർഹമായ സംവരണ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെറ്റുകൾ ഇനി തിരുത്തുന്നതിനായിട്ട് മറ്റൊരു അവസരം നൽകുന്നതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ലിസ്റ്റ് ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ ഈ ഡിഫക്റ്റ് ഇൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേര് അതിൽ ഉണ്ടോ എന്നുള്ളതും നോക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്ത ശേഷം മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ എന്താണ് തെറ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ തെറ്റുകൾ തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ആ തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഈ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.